ഇത് നമുക്ക് വാഴച്ചുണ്ടും ചെറുപയറും തോരൻ വെക്കണം നോക്കാവേ. ഇത് വാഴച്ചുണ്ടാണ്, ഇത് ചെറുപയർ വേവിക്കണം കേട്ടോ. ആദ്യം ചെറുപയർ വേവിച്ച് വെക്കണം. ഇത് കുരുകുരുന്ന് അരിഞ്ഞിട്ട വാഴച്ചുണ്ടാണ് കേട്ടോ. വാഴച്ചുണ്ട അരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി വെക്കണം. അതിനകത്ത് കറ ഉണ്ടാകും, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തിരുമ്മി വെക്കണത്. കുറച്ച് നേരം ഇങ്ങനെ തിരുമ്മി വെച്ചേക്കണം. ചിലർ വെള്ളത്തിലേക്കാണ് അരിയണത്. ഞാൻ വാഴച്ചുണ്ട് അരിഞ്ഞിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ തിരുമ്മിയാണ് വെക്കാറ്. നമുക്ക് ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വറ്റൽമുളക്, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, അത്രയും സാധനം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടണം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇത് ഇടിച്ച് വെച്ചേക്കണ മുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുളകൊക്കെ മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കണ വാഴച്ചുണ്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. തീ കുറച്ചിട്ടിട്ട് മൂടി വെച്ച് വേവിക്കണം. നമുക്കമ്പത്തേക്ക് ഇച്ചിരി ചെറുപയറിൽ ഇച്ചിരി തേങ്ങ ചിരണ്ടിയിടാം. വേവിച്ച് വെച്ചേക്കണ ചെറുപയറാണ് കേട്ടോ. നമ്മുടെ വാഴച്ചുണ്ടൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി തേങ്ങയും പയറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ഇരുന്നാൽ വാഴച്ചുണ്ട് വേവും കേട്ടോ. അതിന് ശേഷമാണ് കേട്ടോ പയറൊക്കെ വെക്കുന്നത്. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വയ്ക്കണം. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്ക്.